എനിക്ക് 3 പേരുണ്ട്. അയ്യോ അത് കൂടാതെ ഉണ്ട്. അത് കൂടാതെ അണ്ടാവ് പിന്നെ ഒന്ന് ചോദിച്ചു മാത്രം 3 പാത്രത്തിൽ. ഇത്രയൊക്കെയാണ് നമ്മളിവിടെ റെഡ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ റഡാറിൽ പതിഞ്ഞിട്ടുള്ള പേരുകൾ ഇത്രയൊക്കെയാണ്. അപ്പൊ ഏതായാലും ഇനി ബാക്കിയുള്ളവർ അവരുടെ പെറ്റ് നെയിംസ് അല്ലെങ്കിൽ അവരുടെ വിളിപ്പേരൊക്കെ നേരിട്ട് വന്ന് പറഞ്ഞ് അടിയറവ് വെക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രൊഡ്യൂസറിന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് എഴുകോൺമണി. ഇവിടെ കിട്ടിയിട്ടുള്ള പേരുകളൊക്കെ നമ്മൾ റിവീൽ ചെയ്തു. ഇനി ബാക്കിയുള്ളവർ സ്വയം വന്ന് പറയണം എന്നാണ്. ഇനി ഭാര്യെടുത്ത് ചോദിക്കും. എനിക്ക് ഇവിടെ തന്നെ ഒരുപാട് പേരിട്ടിട്ടുണ്ട്. ഭാര്യ എന്താണ് സുചേട്ടനെ വിളിക്കാറല്ലേ? അത് പറഞ്ഞാൽ ഇത് കേട്ടോണ്ട് രാവിലെ സൂര്യ ഉദിക്കുമ്പോ നാട്ടുകാരെ വിളിക്കും പോവില്ല കള്ളം പോണം. വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് നിൽക്കുന്ന ലക്ഷ്മി ചേച്ചി പറഞ്ഞതാ. ഏത് പോന്നോട്ടെ ശവന്താറ്. കല്യാണം കഴിഞ്ഞു ക്ഷീണമല്ലേ? അതേട്ടാ രാവിലെ ബ്യൂട്ടീഷ്യൻ എത്ര സമയം എടുത്ത മേക്കപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി വിട്ടു. ഒരു ബ്യൂട്ടീഷ്യൻ ഇങ്ങോട്ട് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ ഇന്നലെ ഇതിന് വരാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇച്ചിരി താടിയൊക്കെ ഉണ്ടായിരുന്ന കോലായിരുന്നല്ലോ. ഇത് മാറ്റിയിട്ട് വരിക. എന്റെ കയ്യിൽ കൊച്ചിരിക്കുന്നുണ്ടായിരുന്നു. കൊച്ചി ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. കൊച്ചിങ്ങനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഈ മീശയുടെ ഭാഗത്തൊക്കെ അവൻ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. അവസാനം ബനിയൻ നോക്കി. അത് തന്നെ. അപ്പോഴാണ് അല്ലെങ്കിൽ കൊച്ചു സ്മെല്ല് പിടിച്ചിട്ട് പനിയും നോക്കിയത്. ഇത് തന്നെ കണ്ടപ്പോ എന്തോ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് ഞാൻ ജിഷ്ണ കണ്ടപ്പോ എന്തോ ഒരു കുറവുണ്ട്. പിന്നെ എനിക്ക് ആ കുറവ് മനസ്സിലായിരുന്നു. പ്രൊഫഷന്റെ കുറവ്. നിങ്ങള് ഇപ്പം മലയാള സിനിമയും ചെയ്യുന്നു പറഞ്ഞു, ഹിന്ദി സിനിമയും ചെയ്യുന്നു പറഞ്ഞു. ഇതിനകത്ത് ഏതാ ലാഭം? അത് ഹിന്ദി തന്നെ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ മലയാളത്തിലാണെങ്കിൽ കോറസ് ഡാൻസ് കളിക്കുന്നവർക്ക് ഒരു 40 പേരുണ്ടെങ്കിൽ 40 സാരി നമ്മൾ സെലക്ട് ചെയ്യണം. അത് കളർഫുൾ. ഹിന്ദി ആണെങ്കിൽ ഇതൊന്നും കൊടുത്താൽ മതി, 40 പേര് കിട്ടുള്ളൂ. അതാകുമ്പോ ഹിന്ദിയിൽ ആവശ്യമുള്ള ചില്ലറ. അനീതിമാർക്ക് വിഷ് കൈനീട്ടം എടുക്കും. അല്ല ഈ കാണിച്ചു വെച്ചാൽ കൈനീട്ടി പറഞ്ഞ തരുവോ വേണ്ടത്? വിഷു കൈനീട്ടം എന്നിട്ട് കിട്ടുന്ന എല്ലാം കൂടെ കൃഷ്ണന്റെ മുമ്പിൽ കൊണ്ടിടണേ. എല്ലാം കൂടെ കൃഷ്ണന്റെ മുമ്പിൽ കൊണ്ടിടണം. കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് എവിടെ കൊണ്ടിടണമെന്ന് ആലോചിച്ചു. ആരും പറയാൻ ഇവിടെ രഹസ്യമായിട്ട് പറഞ്ഞെന്ന് ഉറക്കെ പറഞ്ഞേ. ഇപ്പൊ എങ്ങനെ തന്നെ കംസനും കൃഷ്ണനും. ഹലോ ഹലോ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് ഒരു മിനിറ്റ്. കൃഷ്ണനും കംസനും എന്റെ സഹോദരി സഹോദരി അല്ല, എന്റെ സഹോദരി ചായ തോന്നുന്നുണ്ടോ? എനിക്കൊരു ചായ തോന്നുന്നില്ല. എനിക്കൊരു ചായ എടുത്ത് ഫോട്ടോ ഒഴിക്കാൻ തോന്നുന്നുണ്ട്. മക്കളെ പോലെയൊക്കെ തോന്നി. പിന്നെ അമ്മ നോക്കാതെ മക്കളുണ്ടാവോ? ഒരമ്മ പെറ്റ. പിന്നെ എന്നെ 3 അമ്മയുടെ പറ്റതുമില്ല. കഴിച്ചോട്ടെ. കഴി നല്ല നോക്കി തിന്നു. അതല്ലടാ നല്ല വെന്ത് കഴിക്കേ. പുള്ളിയുടെ ഒരു വിരല് വെന്തത് വേണോ? പുള്ളിയുടെ ഒരു വിരല് വെന്തത് വേണോ? അവരെ വടയിരുന്നാണ് താണ്ട ഇത്. സത്യം എന്റെ നിന്റെ 2 കൈ ആരോഗ്യ വകുപ്പേ അറിഞ്ഞ സിസ്റ്ററിയല്ല അടപ്പ് ഇത് കയറി അടഞ്ഞ സൗണ്ട് പോലും വെളിയില്ല. നീ എവിടെ പോയാലും ജീവിച്ചോളൂ. നീ നിന്നെ തൊഴുതടാ തൊഴുത്. നോബിച്ചേട്ടന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ അറിയണ എന്താ? അലമ്പ്.
സംഭവം നമുക്ക് മിക്സർ ഉണ്ടാക്കി, മിക്സറല്ലേ? അതുണ്ടാക്കി സംഭവം. അതായത് ചട്ടിയിൽ എണ്ണ തിളപ്പിച്ചിട്ട് മാവ് എടുത്ത് എറിഞ്ഞ് അതേപോലെ തിരിച്ച് ഉടുപ്പിൽ വന്ന് പിടിച്ചു അത് കൊണ്ടുവരാൻ പറ്റി. ചുരണ്ടി തിന്നട്ടെ. കൊച്ചു ത്രേസ്യ കൊച്ചേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ വിളിച്ചാൽ നീ എന്റെ കൂടെ ഇറങ്ങി വരുമോ? ഈ ചായം വിളിച്ച ഏത് കാട്ടിലേക്കായാലും കടലിലേക്കായാലും ഞാൻ ഇറങ്ങി വരും. ഇതിനെയൊക്കെ കടലിൽ കൊണ്ടുപോയി തിമിംഗലം വിഴുങ്ങും. ഇതിനെയൊക്കെ കടലിൽ കൊണ്ടുപോയി തിമിംഗലം വിഴുങ്ങും. നിങ്ങള് ഭയങ്കര ക്ലെവർ ആയിട്ട് കളിച്ചു കേട്ടോ, അസലായിട്ട് കളിച്ചു. ആ തിരുമ്പുന്ന രീതിയാണെങ്കിലും ജ്യൂസ് എടുക്കുന്ന രീതിയാണെങ്കിലും അടിപൊളിയായിരുന്നു. അതിനകത്ത് വെച്ച് ഇളക്കിയപ്പോ ഞാൻ വിചാരിച്ചപ്പോ മുന്തിരിയില് പൊറോട്ട അടി.